ദൂരത്തും ചാരത്തും ഭവനത്തിന്റെ അന്തരങ്ങളിലും കടയിലും തെരുക്കോണുകളിലും വഴിമധ്യയും ഞങ്ങളെ ശ്രവിക്കുന്ന ഉള്ളൊരു പ്രദേശവാസികൾക്ക് സ്നേഹവന്ദനം. ഞങ്ങൾ ഇവിടുത്തെ കടന്നു വന്നിരിക്കുന്നത് പടിഞ്ഞാറേക്കല്ലട AG സഭയിൽ നിന്നാണ്. യേശു ക്രിസ്തുവിന്റെ മാറ്റമില്ലാത്ത സുവിശേഷത്തെ കുറിച്ച് പറയുവാനാണ് കടന്നു വന്നിരിക്കുന്നത്. ആദ്യമായി നിങ്ങൾക്ക് വേണ്ടി സിസ്റ്റർ ജിനു ഐസക് വേണ്ടുക ഒരു ഗാനം ആലപിക്കുന്നതായിരിക്കും. അടുത്തതായി സെക്ഷൻ പ്രാർത്ഥിച്ചാരംഭിക്കുന്നതായി സിസ്റ്റർ റീന ബിജുനെ സ്വാഗതം ചെയ്യുന്നു. സ്വർഗീയ പിതാവെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ വൈകിയ സമയത്ത് ഇവിടെ കടന്നു വരുവാനും ദൈവത്തെ സ്തുതിപ്പാനും ദൈവം ഒരു അവസരം കൂടെ ഒരുക്കി ദൈവത്തിൻ്റെ കൃപയ്ക്കായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ വചനവുമായി ഉള്ളൊരു പ്രദേശത്ത് കടന്നു വരുവാനും കർത്താവിനെ ദൈവത്തെ സ്തുതിപ്പാനും കർത്താവിനെ ഉയർത്തി കാണിക്കുവാനും ഞങ്ങൾക്ക് ഇവിടെ കടന്നു വരുവാൻ ദൈവം ഇടയാക്കിയതിനായി
ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ വചനങ്ങളെ ഇവിടെ ഘോഷിപ്പാനും മറ്റുള്ളവരുടെ തിരുവചനങ്ങളെ പറയുവാനും ഒക്കെ ദൈവം ഞങ്ങളെ ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ വചനമായി കടന്നു വന്ന് ഞങ്ങളെ ഓരോരുത്തരെയും ദൈവം ബലപ്പെടുത്തണം. കർത്താവിൻ്റെ വചനം സംസാരിപ്പാനും ദൈവത്തെക്കുറിച്ച് കർത്താവ് ഈ ജനത്തോട് സംസാരിപ്പാനും കർത്താവിൻ്റെ പ്രവൃത്തികളെ ഇവിടെ സംസാരിപ്പാനും ഒക്കെ ദൈവം ഇടയാക്കി തീർക്കണം. ആ ക്രിസ്തുവിനെ കർത്താവ് മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കുവാനും ആ ക്രിസ്തുവിൻ്റെ സ്നേഹം എന്തെന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ വെളിപ്പെടുത്തുവാനും ഒക്കെ ദൈവം ഞങ്ങളെ ബലപ്പെടുത്താനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഇത് ശ്രവിക്കുവാൻ കർത്താവ് ഓരോരുത്തരെ ഹൃദയത്തെ ഇടയാക്കി തീർക്കുമാറാക്കണം. തിരുവചനങ്ങൾ കേൾക്കുന്നവർ ഹൃദയത്തിൽ സംഗ്രഹിപ്പാൻ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദൈവം അവരോട് ഇടപെടുമാറാകണം. കർത്താവെ ഘോഷിപ്പാനും ദൈവത്തിനെ മനസ്സിലാക്കുവാനും തിരുവചനം എന്തെന്ന് അവർക്ക് മനസ്സിലാക്കുവാനും ഒക്കെ ദൈവം ഇടയാക്കി തീർക്കണം. പാപത്തിൽ നിന്ന് ദൈവത്തിന് ഓരോരുത്തരെയും ദൈവം വിടുവിക്കുവാൻ ദൈവം സഹായിക്കണം. ഞങ്ങൾ കർത്താവെ അറിയുന്ന ഈ സത്യം ഓരോരുത്തരെയും ഹൃദയത്തിൽ ഞങ്ങൾക്ക് പറയുവാനും അത് അവരുടെ ജീവിതത്തിൽ അനുഗ്രഹമായിരിക്കാനും ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ ജനത്തെ കർത്താവ് പ്രത്യേകിച്ച് ഈ പ്രദേശത്തേക്ക് ദൈവം അനുഗ്രഹിക്കണം. ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരെയും കർത്താവിൻ്റെ കരുത്തിൽ ഏൽപ്പിക്കുന്നു. ദൈവം ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ദേശത്തിന് മേൽ കർത്താവിൻ്റെ പ്രവൃത്തി ചെയ്യുവാനും ദൈവത്തിൻ്റെ മഹത്വം ഇവിടെ വെളിപ്പെടുവാനും ദൈവം സഹായിക്കണം. അതിയോടന്തം ദൈവത്തിൻ്റെ കൃപ ഈ ദേശത്ത് വെളിപ്പെടുവാൻ തക്കോണം ദൈവം സഹായിക്കണം. നിങ്ങളുടെ കർത്താവെ കഴിവോ കൃപയുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യം ഒന്നഴങ്കം ഇവിടെ ഉണ്ടാകുവാൻ ദൈവം ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വീണ്ടും ദൈവത്തിൻ്റെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരിക്കണം. കർത്താവിൻ്റെ കൃപയെ ഞങ്ങളെ ഓരോരുത്തരെയും മറക്കണം. കർത്താവിൻ്റെ കരുത്തെ ഞങ്ങളെ തന്നെ ഏൽപ്പിക്കുന്നു. ദൈവ സാന്നിധ്യം കൂടെ ഇരിക്കണം. സകലവും ദൈവകരത്തിൽ ഏൽപ്പിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. വീണ്ടും ഉള്ളൊരു പ്രദേശ നിവാസികളുടെ ശ്രദ്ധയെ ഞങ്ങൾ ചോദിക്കുകയാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ ഒരു സന്ദർഭമുണ്ട്. യേശുക്രിസ്തു ശമര്യയിലൂടെ നടക്കുന്ന വേളയിൽ ദാഹിച്ചിട്ട് വെള്ളം ശേഖരിക്കുന്ന ശമര്യ സ്ത്രീ എടുത്തു വരികയും വെള്ളം ആവശ്യപ്പെടുകയും ചെയ്യുന്നു. തൊട്ടുകൂടായ്മയുടെയും തീണ്ടുകൂടായ്മയുടെയും ഒരു കാലഘട്ടം നമ്മുടെ രാജ്യത്തിലും നീണ്ടു നിന്നിരുന്നു. ദൈവത്താൽ പോലും ശപിക്കപ്പെട്ട ഒരു ജനമെന്ന് കരുതിയ ശമര്യ ജനതയുടെ അടുത്താണ് യേശു നിൽക്കുന്നത്. സ്ത്രീയെടുത്ത് ഉന്നത കുലജാതനെന്ന് യഹൂദ വംശത്തിൽ ജനിച്ച യേശു പറഞ്ഞു, നീ ഞാൻ ആരെന്നറിഞ്ഞിരുന്നുവെങ്കിൽ നീ എന്നോട് ചോദിക്കുകയും ഞാൻ നിനക്ക് ജീവന്റെ ജലം തരികയും ചെയ്യുമായിരുന്നു. അത് കുടിച്ചാൽ ഒരു നാളും ദാഹിക്കുകയില്ല എന്ന് യേശു ക്രിസ്തു പറഞ്ഞു. മനുഷ്യന്റെ തൊട്ടുകൂടായ്മയുടെയും തീണ്ടിക്കൂടായ്മയുടെയും എല്ലാം ചിന്തകളെ കീറിയെറിഞ്ഞുകൊണ്ട് ദൈവത്തിന് മുമ്പിൽ സകല ജനവും സമത്വമുള്ളവരാണെന്ന് പറഞ്ഞ് നല്ലൊരു ആശയം പറഞ്ഞിരുക മാത്രമല്ല ചെയ്തത്, ഒരു ജീവന്റെ ജലത്തെക്കുറിച്ചും നിത്യജീവനെ കുറിച്ചുമുള്ള സന്ദേശത്തെക്കുറിച്ച് യേശു ക്രിസ്തു ഇവിടെ പറഞ്ഞു വെക്കുകയാണ്. തുടർന്നുള്ള ഞങ്ങളുടെ സന്ദേശങ്ങളിൽ എന്താണ് നിത്യജീവനെന്നും യേശു ക്രിസ്തുവിലൂടെയുള്ള വഴി എന്താണെന്നും ഒക്കെ പ്രധാന ശുശ്രൂഷകൻ നിങ്ങളോട് പറയുന്നതായിരിക്കും. ഉറ്റവർ മാറിപ്പോയാലും എല്ലാവരും നമ്മൾ നീങ്ങിപ്പോയാലും മാറാത്ത യേശു ക്രിസ്തുവിന്റെ സ്നേഹത്തെ കുറിച്ച് സിസ്റ്റർ ജിനുവും ഷാരോണും നിങ്ങൾക്ക് വേണ്ടി മനോഹരമായ ഗാനം ആലപിക്കുന്നതായിരിക്കും. Praise Lord. ഉറ്റവർ മാറിയാലും ഉടയവർ നീങ്ങിയാലും, ഉറ്റവർ മാറിയാലും ഉടയവർ നീങ്ങിയാലും, യേശുവിൻ സ്നേഹമോ മാറില്ലൊരു നാടിലും, യേശുവിൻ സ്നേഹമോ മാറില്ലൊരു നാടിലും. മാറും മാറും മനുഷ്യരെല്ലാം മൺമറഞ്ഞിടും, മധുരവാക്കു പറഞ്ഞവരോ മറന്നു പോയിടും. മാറും മാറും മനുഷ്യരെല്ലാം മൺമറഞ്ഞിടും, മധുരവാക്കു പറഞ്ഞവരോ മറന്നു പോയിടും.
എനിക്കിനി ശോകമില്ല, എനിക്കിനി ഭാരമില്ല, എനിക്കിനി ശോകമില്ല. യേശുവിൻ നാമമെൻ ജീവന്റെ ജീവനാ, യേശുവിൻ നാമമെൻ ജീവന്റെ ജീവനാ. എന്നും നീ എൻ കാലുകൾക്കു ദീപമാകണേ, എന്നും നീ എൻ വഴികളിൽ വെളിച്ചമേകണേ, എന്നും നീ എൻ കാലുകൾക്കു ദീപമാകണേ, എന്നും നീ എൻ വഴികളിൽ വെളിച്ചമേകണേ. എന്നെ നീ സ്നേഹിക്കുമ്പോൾ എന്തു ഞാനേകിടുവാൻ, എന്നെ നീ സ്നേഹിക്കുമ്പോൾ എന്തു ഞാനേകിടുവാൻ. എന്നെ അല്ലാതെ എന്നും നൽകുവാനില്ലവരെ, എന്നെ അല്ലാതെ എന്നും നൽകുവാനില്ലവരെ. ഏകും ഞാനും ജീവിതത്തിൻ നാളുകളെല്ലാം എനിക്കു വേണ്ടി മരിച്ചുയർത്ത രക്ഷകനായി. ഏകും ഏകും ജീവിതത്തിൻ നാളുകളെല്ലാം എനിക്കു വേണ്ടി മരിച്ചുയർത്ത രക്ഷകനായി. എനിക്കാശ്വാസമായി, എനിക്കാശ്രയവുമായി, എനിക്കാശ്വാസമായി, എനിക്കാശ്രയവുമായി. ആരുമില്ലേശുവിപ്പോൾ മാറിപ്പോകാത്തവനായി, ആരുമില്ലേശുവിപ്പോൾ മാറിപ്പോകാത്തവനായി. മാറും ലോകത്തിന്റെ ആശ്രയമെല്ലാം മനസ്സിനുള്ളിൽ കൊരുത്തുവെച്ച ലോകത്തിന്റെ ആശ്രയമെല്ലാം മനസ്സിനുള്ളിൽ കൊരുത്തുവെച്ച മോഹമെല്ലാം. ഉറ്റവർ മാറിയാലും ഉടയവർ നീങ്ങിയാലും, ഉറ്റവർ മാറിയാലും ഉടയവർ നീങ്ങിയാലും യേശുവിൻ സ്നേഹമോ മാറില്ലൊരു നാളിലും, യേശുവിൻ സ്നേഹമോ മാറില്ലൊരു നാളിലും. മാറും മാറും മനുഷ്യരെല്ലാം മൺമറഞ്ഞിടും, മധുരവാക്കു പറഞ്ഞവരോ മറന്നുപോയിടും. മാറും മാറും മനുഷ്യരെല്ലാം മൺമറഞ്ഞിടും, മധുരവാക്കു പറഞ്ഞവരോ മറന്നുപോയിടും. നാം പലപ്പോഴും ലോകത്തിന്റെ മോഹങ്ങൾക്ക് മാത്രം വില കൊടുക്കുന്നവരാണ്. ഈ ഭൂമിയിൽ നല്ലൊരു ഭവനം, നല്ലൊരു ജീവിതം, നല്ലൊരു സൗഭാഗ്യസുന്ദരമായ നിമിഷങ്ങൾ മാത്രം ആഗ്രഹിക്കുന്നത്. അങ്ങനെ ലഭിക്കാത്തവർ പലപ്പോഴും വേദനയിലും നിരാശയിലും തങ്ങളുടെ ജീവിതം അവസാനിപ്പിക്കുന്നതായി നമുക്ക് കാണാം. എന്നാൽ നമ്മളുടെ ജീവിതം ഇവിടം കൊണ്ട് അവസാനിക്കുന്നതല്ല. അത് തന്നെയാണ് ഞങ്ങൾ ആദ്യം പറഞ്ഞത്, നിത്യജീവനുണ്ട് എന്നുള്ളത്. അങ്ങനെ ഈ ലോകത്തിന്റെ മോഹങ്ങൾക്ക് പുറകിൽ ഓടി ക്ഷീണിച്ചു പോകുന്ന മനുഷ്യർക്ക് യേശുവിന്റെ സ്നേഹത്തെക്കുറിച്ച് വിളിച്ചോതുന്ന ഒരു മനോഹരമായ ഗാനം ഞങ്ങളുടെ ഗായക സംഘം ഒരുമിച്ച് നിങ്ങൾക്ക് വേണ്ടി പാടുന്നതായിരിക്കും. ലോകത്തിൻ മോഹങ്ങൾ കൊണ്ട് വീരനോടി ഞാൻ സ്വർഗ്ഗഭാഗ്യങ്ങൾ വെടിഞ്ഞ്. ലോകത്തിൻ മോഹങ്ങൾ കൊണ്ട് വീരനോടി ഞാൻ
നിങ്ങളുടെ വളരെ വിലപ്പെട്ട ശ്രദ്ധയെ ക്ഷണിച്ചുകൊള്ളുകയാണ്. അടുത്തതായി പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. യേശുക്രിസ്തുവിന്റെ മാറ്റമില്ലാത്ത നിത്യസ്നേഹത്തിന്റെ വചനത്തെക്കുറിച്ചും നിത്യജീവനെ കുറിച്ചും അനുഗ്രഹിക്കപ്പെട്ട സന്ദേശം അറിയിക്കുവാനായിട്ട് ഇവിടെ ഇപ്പോൾ കടന്നു വന്നിരിക്കുന്നത് വെസ്റ്റേല ഏജി സഭയുടെ ശുശ്രൂഷകനും ക്രിസ്ത്യ പ്രഭാഷകനുമായ പാസ്റ്റർ ദിനേശ് പി പത്തനാപുരമാണ്. ബഹുമാന്യനായ പാസ്റ്റർ പി ദിനേശ് പി പത്തനാപുരത്തെ സന്ദേശം കൈമാറുന്നതിനായി ക്ഷണിച്ചുകൊള്ളു. ലോക രക്ഷകനായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ ഉള്ളുരുപ്പിലുള്ള പ്രിയപ്പെട്ട മാതാപിതാക്കന്മാർ, സഹോദരി സഹോദരന്മാർ, നിങ്ങൾക്കെല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം ഞങ്ങൾ നിങ്ങളെ അറിയിക്കുകയാണ്. ഞങ്ങൾ ഈ പ്രദേശത്ത് വന്ന് ഈ പാട്ടുകളൊക്കെ പാടി തുടങ്ങിയപ്പോൾ തന്നെ വളരെ ശ്രദ്ധയോടെ ഞങ്ങളെ ശ്രദ്ധിക്കുകയും ഞങ്ങൾക്ക് ആവശ്യമായ പ്രോത്സാഹനങ്ങളൊക്കെ നൽകുന്ന വളരെ പ്രായമുള്ള മാതാക്കളെയൊക്കെ ഞാൻ കാണുന്നു. പ്രിയപ്പെട്ടവരെയൊക്കെ ഞങ്ങൾ കാണുന്നു. നിങ്ങളുടെ സ്നേഹത്തിനും വിശേഷപ്പെട്ട താല്പര്യത്തിനും ഞങ്ങൾ നന്ദി പറയുന്നു. പ്രത്യേകിച്ച് ഈ അടുത്ത കടയിലെ വാത്സല്യമുള്ള മാതാവ് കഴിഞ്ഞ ആഴ്ചയ്ക്ക് മുമ്പ് ഞങ്ങൾ ഇവിടെ തൊട്ടപ്പുറത്ത് ഇതുപോലെ പരസ്യോഗം നടത്തിയപ്പോൾ അമ്മ ഇവിടെ നിൽപ്പുണ്ട്. ഞങ്ങളോട് ഇവിടെ വന്ന് ഇങ്ങനെ ഈ പ്രോഗ്രാം ഒക്കെ നടത്തണമെന്ന് പറഞ്ഞു. അമ്മയൊന്ന് വരുമോ? ഒരു മിനിറ്റ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ കേട്ടോ. ഈ വാത്സല്യ മാതാവിനെ ഓർത്ത് ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അവിടെ മാത്രമല്ല, ഇവിടെ എല്ലാം ഒരുപാട് പ്രായമുള്ള മാതാക്കളൊക്കെ എന്റെ മുമ്പിലുണ്ട്. നിങ്ങളെല്ലാവരെയും ഞാൻ ക്രിസ്തുവിൽ വന്ദനം ചെയ്യുന്നു. നിങ്ങളുടെ സ്നേഹത്തിനും സഹകരണത്തിനും ഞങ്ങൾ വിശേഷാൽ നന്ദി പറയുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശം നിങ്ങളോട് കൈമാറാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇവിടെ വന്നത്. അതെ, ഞങ്ങൾ പറയാൻ പോകുന്നത് യേശുക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ കാര്യമാണ്. നമുക്കറിയാം, നമ്മുടെ ഈ ലോകത്ത് മനുഷ്യർ ഏറ്റവും കൂടുതൽ ഇന്ന് പരാതി പറയുന്ന ഒരു കാര്യം എന്നെ ആരും സ്നേഹിക്കുന്നില്ല എന്നാണ്. അല്ലെ? എനിക്കറിയാം, നമ്മള് മക്കളെയൊക്കെ വളരെ കഷ്ടപ്പെട്ട് പോറ്റി പുലർത്തുന്നു. പക്ഷേ വളരെ ദുഃഖമെന്ന് പറയട്ടെ, അവര് കുറച്ചു കഴിയുമ്പോ അവരുടേതായ കാര്യങ്ങളിലേക്കൊക്കെ പോവുക. നമ്മുടെ ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വൃദ്ധമന്ദിരങ്ങൾ ഒക്കെ ഉണ്ട്. എനിക്കറിയാം, എന്റെ മുമ്പിൽ നിൽക്കുന്ന നിങ്ങളുടെ മക്കളൊക്കെ നല്ലപോലെ നോക്കുന്നുണ്ട്. എന്നാലും നമ്മൾ ഈ പത്രത്തിലൊക്കെ വായിക്കാറില്ലേ, എത്രയോ മാതാക്കൾ ഇപ്പോ സ്വന്തം മക്കളാൽ ഉപേക്ഷിക്കപ്പെട്ട് അല്ലെ എത്രയോ പേര് ജീവിക്കുന്നു. ഇനി ഉപേക്ഷിച്ചില്ലെങ്കിലും നമ്മൾ ആഗ്രഹിക്കുന്ന നിലയിൽ ഒരു സ്നേഹമൊന്നും പലയിടത്തുനിന്നും കിട്ടുന്നില്ല. അല്ലെ? എങ്ങനെ വളർത്തിയതാ, എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞ് പഠിപ്പിച്ച് അല്ലെ ചോറ് ഉരുളയാക്കി വാരി കൊടുത്തതാ. പക്ഷേ ഇന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സ്നേഹം, വാത്സല്യത്തോടെ ഒരു വിളി, ഒരു തലോടല് ഇന്ന് പലർക്കും ഇല്ല. ഞാനിത് പറയുമ്പോ ആ പല ആളുകളും, ഞങ്ങൾ പാസ്റ്റർമാരാ, ഞങ്ങളോട് പലരും ദൈവമക്കളാ, പലരും പറയാറുണ്ട്, പാസ്റ്ററെ ഞങ്ങൾക്ക് ആരുമില്ല, ഞങ്ങളെ സ്നേഹിക്കാൻ ആരുമില്ല, ഞങ്ങളെ കരുതാൻ ആരുമില്ല. ഞാൻ നിങ്ങളോടാ ഇന്ന് ഈ സന്ദേശം പറയുന്നത്. എന്റെ പ്രിയപ്പെട്ട മാതാക്കളെ, സഹോദരി സഹോദരന്മാരെ, ഈ ഉള്ളിരുപ്പിലുള്ള എന്റെ സ്നേഹം നിറഞ്ഞ എല്ലാവരോടും ഞങ്ങൾക്കൊരു കാര്യം പറയാനുണ്ട്. സ്നേഹിക്കുന്ന ഒരു ദൈവത്തെ കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാം. ഞാനും നിങ്ങളുമെല്ലാം ദൈവത്തിന്റെ മക്കളാ. ശാസ്ത്രം പറയുന്നത് നമ്മളൊക്കെ പരിണമിച്ച് കുരങ്ങ് അല്ലെ, അങ്ങനെയൊക്കെ അവർ പറയുന്നത് അല്ലെ. നിങ്ങൾക്ക് മനസ്സിലാകുന്ന നിലയിൽ ഞാൻ പറയാം. നമ്മളൊക്കെ ഇങ്ങനെ പരിണാമ പ്രക്രിയ വഴി ഇങ്ങനെ പരിണമിച്ച് അല്ലെ മനുഷ്യൻ ഇങ്ങനെ ആയതാണെന്നാണ്.
എന്റെ പ്രിയപ്പെട്ടവരെ, അവരെന്തെങ്കിലും പറയട്ടെ, പക്ഷെ ഞാൻ നിങ്ങളോട് പറയാം, നമ്മളാരും പരിണാമ പ്രക്രിയ വഴി വന്നവരല്ല. നമുക്കൊരു ഉടയവനുണ്ട്, നമുക്കൊരു ദൈവമുണ്ട്. അതാ ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ള സന്ദേശം. സർവശക്തനായ ദൈവം തന്റെ തൃക്കരങ്ങളാൽ എന്നെയും നിങ്ങളെയും മെനഞ്ഞെടുത്തതാ. വിശുദ്ധ വേദപുസ്തകം പറയുന്ന ഒരു കാര്യമുണ്ട് കേട്ടോ. ദൈവം സകല മനുഷ്യരെയും ആവശ്യത്ര ദൈവമാണ് സൃഷ്ടിച്ചത്. ബൈബിൾ പറയുന്ന ഒരു കാര്യം, ദൈവം ഈ പ്രപഞ്ചത്തെ മുഴുവൻ 6 ദിവസം കൊണ്ട് ഉണ്ടാക്കി. എന്നിട്ട് അതെല്ലാം ഉണ്ടാക്കിയത് ദൈവം ഉണ്ടാകട്ടെ എന്ന് ദൈവം പറഞ്ഞപ്പോ ഈ ഭൂമിയിലുള്ള സർവ്വവും ഉണ്ടായെന്നാണ് ബൈബിൾ പറയുന്നത്. ഞങ്ങളത് വിശ്വസിക്കുന്നു. കാരണം ഈ ചരാചരങ്ങളും ഈ പ്രപഞ്ചമൊക്കെ ഇങ്ങനെ നിലനിൽക്കുന്നത് കാണുമ്പോ ആരൊക്കെ ദൈവമില്ലെന്ന് പറഞ്ഞാലും ഞങ്ങൾ വിശ്വസിക്കുന്നു, ഇതിങ്ങനെ നിലനിൽക്കണമെങ്കിൽ ഇതിന്റെ പിന്നിൽ നിലനിർത്തുന്ന ഒരാളുണ്ട്. ആ ആളിന്റെ പേരാണ് സർവശക്തനായ ദൈവം. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? അങ്ങനെ 6-ാം ദിവസം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. മനുഷ്യനെ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോ ഉണ്ടായതല്ല കേട്ടോ, അങ്ങനെ ഉണ്ടാക്കിയതല്ല. പകരം ദൈവം ഈ ഭൂമിയിലെ പൊടിയെടുത്ത് മണ്ണ് പിടിച്ച് മനുഷ്യരൂപം ഉണ്ടാക്കിയിട്ട് മനുഷ്യന്റെ മൂക്കിൽ അവിടുത്തെ ശ്വാസമൂതിയെന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. എന്റെ മുമ്പിൽ ഇരിക്കുന്ന മാതാക്കൾക്ക് മനസ്സിലാകാൻ വേണ്ടി കൂടാ ഞാനിത്ര ലളിതമായിട്ട് പറയുന്നത്. മനുഷ്യന്റെ മൂക്കിൽ ദൈവം ഇങ്ങനെ ജീവശ്വാസം ഊതിയപ്പോ എന്താ സംഭവിച്ചെന്നറിയാമോ? മനുഷ്യൻ ജീവനുള്ള ദേഹിയായി മാറി. മനുഷ്യന്റെ അകത്ത് ഒരാത്മാവുണ്ടായി. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കണം, മൃഗങ്ങളുണ്ട്, പല വലിയ വലിയ ജീവജാലങ്ങളുണ്ട്, ഇതിനൊന്നും ആത്മാവില്ല. ബൈബിൾ പറയുന്നത് അങ്ങനെ, ഇവയ്ക്കൊന്നും ആത്മാവില്ല, മനുഷ്യന് മാത്രമേ ആത്മാവുള്ളൂ. എന്തിനാ ദൈവം ഈ ആത്മാവിനെ മനുഷ്യന് തന്നതെന്ന് നിങ്ങൾക്കറിയാമോ? സർവശക്തനായ ദൈവം ആത്മാവാ. ബൈബിൾ പറയുന്നത് അങ്ങനെ കേട്ടോ, ദൈവം ആത്മാവാ. അപ്പൊ ആത്മാവായ ദൈവത്തിന് മനുഷ്യനോട് കൂട്ടായ്മ കൂടാൻ വേണ്ടിയാണ് ദൈവം മനുഷ്യന് ആത്മാവിനെ നൽകിയത്. ദൈവവുമായിട്ടുള്ള കൂട്ടായ്മയ്ക്ക. മൃഗത്തിന് ദൈവത്തോട് പ്രാർത്ഥിക്കാം, പക്ഷെ ദൈവവുമായിട്ട് കൂട്ടായ്മ കൂടാൻ പറ്റുകയില്ല. പക്ഷെ എനിക്കും നിങ്ങൾക്കും ദൈവത്തോട് കൂട്ടായ്മ കൂടാം. നിങ്ങളുടെ വീട്ടിനകത്തിരുന്ന് സർവശക്തനായ ദൈവമേ എന്ന് വിളിക്കുമ്പോ ഈ ദൈവം ഇനി ഇറങ്ങി വരും. ദൈവത്തേക്ക് ഒരു തടസ്സവുമില്ല കേട്ടോ. കാരണം അവൻ ആത്മാവാകയാൽ ആത്മാക്കളായ നമ്മുടെ അകത്ത് ആത്മാവുള്ളത് കൊണ്ട് ദൈവവും നമ്മളും തമ്മിൽ ഭയങ്കര കൂട്ടായ്മ ഉണ്ടാകാൻ പറ്റും. പക്ഷെ നിങ്ങൾ എല്ലാവരും എന്നെ ശ്രദ്ധിക്കണേ, വാത്സല്യമുള്ള മാതാക്കളെ, നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം. പക്ഷെ ഒരു പ്രശ്നം ഉണ്ടായി. ആത്മാവിനെ നൽകി. ബൈബിള് പറയുന്നത് ഇങ്ങനെയാണ്, ദൈവം തന്റെ സ്വരൂപത്തിൽ സാദൃശ്യത്തിൽ മനുഷ്യനെ ഉണ്ടാക്കി. നോക്കണേ, മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചപ്പോ തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും ഉണ്ടാക്കി, ആത്മാവിനെ നൽകി. അങ്ങനെ മനുഷ്യൻ സന്തോഷത്തോടെ ഇവിടെ ജീവിക്കുകയായിരുന്നു. പക്ഷേ ഇതിനിടയ്ക്ക് ഒരു വലിയ പ്രശ്നം ഉണ്ടായി. ആ പ്രശ്നത്തിന്റെ പേരാ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. പാപമെന്ന് പറയും. ദൈവം തമ്പുരാൻ പറഞ്ഞു, അല്ലേ, ദൈവം മനുഷ്യനെ ഒരു തോട്ടത്തിലാണ് നിർത്തിയത്. ആ തോട്ടത്തിന്റെ നടുവിലുള്ള വൃക്ഷഫലം, നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കുമെന്ന് അവൻ ദൈവം തമ്പുരാൻ അവൻ പറയുവാനിടയായി. അവൻ ശ്രദ്ധിക്കണേ, മനുഷ്യൻ എന്ത് ചെയ്തെന്നറിയാമോ? ദൈവം പറഞ്ഞത് കേൾക്കാതെ അവൻ ഈ വൃക്ഷഫലം തിന്നു. അനുസരണക്കേട് കാണിച്ചു. ദൈവം ഒരു കാര്യം ചെയ്യരുതെന്ന് പറഞ്ഞാൽ ചെയ്യരുത്, അവൻ ചെയ്യണമെന്ന് പറഞ്ഞാൽ ചെയ്യണം. എന്താണെന്നറിയാമോ? പാപം അനുസരണക്കേടാണ്. പാപം ദൈവത്തോട് കാണിക്കുന്ന അനുസരണക്കേടാണ് പാപം. അവൻ ദൈവം തമ്പുരാൻ പറഞ്ഞത് അനുസരിച്ചില്ല, അനുസരണക്കേട് കാണിച്ചു. നമുക്കറിയാം, നമ്മുടെ പിള്ളേരൊക്കെ നമ്മൾ പറഞ്ഞില്ലെങ്കിൽ, പറയുന്നത് കേട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അവരെ ശിക്ഷിക്കും, അല്ലെ? അയ്യോ, ഇന്ന് ശിക്ഷിക്കാൻ പറ്റുകയില്ല, പിള്ളേരെ വഴക്ക് പറയാൻ പറ്റില്ല. നമുക്കറിയാം അമ്മച്ചിമാരെ, ശരിയല്ലേ ഞാൻ പറഞ്ഞത്? പണ്ടൊക്കെ നമ്മൾ എത്ര അടി കൊണ്ടിട്ടുള്ളതാ, അല്ലെ? അധ്യാപകരടിക്കും, അപ്പനും അമ്മയും അടിക്കും. ഇന്ന് തല്ലാൻ പറ്റുകയില്ല, ഇന്ന് കുഞ്ഞുങ്ങളെ തല്ലിയ കേസാ, അല്ലെ? അതുകൊണ്ട് തന്നെ എന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ മനുഷ്യൻ അനുസരണം കെട്ട് കൊച്ചത് മുതൽ വലുത് വരെ അനുസരണക്കേടില്ല. കൊച്ചിനെ തല്ലിപ്പഠിപ്പിക്കാൻ ഇന്നിവിടെ നിയമമില്ല. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം, നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ തെറ്റ് ചെയ്താൽ നമ്മൾ അവരെ ശിക്ഷിക്കില്ലേ? അങ്ങനെയാണെങ്കിൽ സർവശക്തനായ ദൈവം പറഞ്ഞു, നിങ്ങൾ പാപം ചെയ്തതുകൊണ്ട്, അനുസരണക്കേട് കാണിച്ചതുകൊണ്ട് നിങ്ങൾക്ക് ശിക്ഷയുണ്ട്. ദൈവം കൊടുത്ത ശിക്ഷയുടെ പേരാണ് മരണം. 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 ദൈവം കൊടുത്ത ശിക്ഷയുടെ
ശ്രദ്ധിച്ചോ, ദൈവം കൊടുത്ത ശിക്ഷയുടെ പേരാണ് മരണം. ദൈവം പറഞ്ഞു, പാപം ചെയ്യുന്ന നാളിൽ നീ മരിക്കും. എന്റെ പ്രിയപ്പെട്ട ഈ ഉള്ളുരുപ്പിലുള്ള എല്ലാ പ്രിയപ്പെട്ടവരും ഒന്ന് ശ്രദ്ധിക്കണം. എല്ലാരും ഒന്ന് ശ്രദ്ധിക്കണം. നമ്മളെല്ലാവരും മരിക്കും. നിങ്ങൾ പേടിക്കണ്ട കേട്ടോ. പ്രായമുള്ള അമ്മച്ചിമാരൊക്കെ എന്റെ മുമ്പിൽ നിൽപ്പുണ്ട്, ആൾക്കാരൊക്കെ നിൽപ്പുണ്ട്. എല്ലാവർക്കും മരിക്കാൻ പേടിയാ. പക്ഷെ ഞാൻ നിങ്ങളോടൊരു സത്യം തുറന്നു പറയാം, എത്ര പേടിച്ചാലും നമ്മളൊക്കെ മരിക്കും, അല്ലെ? അപ്പൊ പാപത്തിന്റെ ശിക്ഷയായി മരണം. അപ്പൊ എന്നെ ശ്രദ്ധിക്കുന്നത് നിങ്ങൾ അറിയണം, ദൈവം പറഞ്ഞു മരിക്കുമെന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ അകത്തൊരു ആത്മാവിനെ തന്നിട്ടുണ്ട്. ശരിയാണോ? മരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മൾ 3 ഘടകങ്ങളാൽ ഉണ്ടാക്കപ്പെട്ടവരാ. അതിന് നമ്മുടെ ഈ പുറമെ ഉള്ള ശരീരം, അല്ലെ? അതിനകത്ത് നമ്മുടെ പ്രാണൻ, നമ്മൾ പറഞ്ഞില്ലേ പ്രാണൻ പോയെന്ന് പറയില്ലേ, പ്രാണൻ. അതിന് അകത്ത് മറ്റൊരു കാര്യം കൂടെ ഉണ്ട്, ദൈവം സൃഷ്ടിച്ച അമർത്യമായ ആത്മാവ്. മരിക്കുമ്പോൾ എന്നാ സംഭവിക്കുന്നതെന്നറിയാമോ? നമ്മുടെ ജീവൻ പോകുമ്പോ ശരീരത്തിന്റെ ചലനം നിൽക്കും, അല്ലെ? ആളുകൾ പറയും ആള് തട്ടിപ്പോയെന്ന് പറയും. തട്ടിപ്പോയാൽ എന്ത് സംഭവിക്കും? പിന്നെ അതുവരെ സ്നേഹിച്ചവരും കരുതിയവരും ഒക്കെയാ, അതുവരെ നോക്കിയവരാ, അതുവരെ സ്നേഹിച്ചവരാ. പക്ഷെ തട്ടിപ്പോയ ഒരു സത്യം ഞാൻ പറയാം, സ്നേഹമൊക്കെ അങ്ങ് കുറയും. ശരിയല്ലേ? സ്നേഹം കൂടിയിട്ട് 4 ദിവസം വെച്ചേക്കോ വീട്ടില്. ഇപ്പൊ മൊബൈൽ മോർച്ചറി ഒക്കെ ഉള്ളത് കൊണ്ട് കുറച്ചു ദിവസമൊക്കെ വെച്ചേക്കും. എന്നാലും എത്ര സ്നേഹമാണെന്ന് പറഞ്ഞാലും മരിച്ചു കഴിഞ്ഞാൽ, അല്ലേ, പിന്നെ പറയും എത്രയും പെട്ടെന്ന് കൊണ്ടുപോയി അടക്കണം. പല രീതിയിലാണ് നമ്മുടെ നാട്ടില് അടക്കുന്നവരുണ്ട്, ദഹിപ്പിക്കുന്നവരുണ്ട്. ഇങ്ങനെ ഓരോ ആചാരം അനുസരിച്ച്, അല്ലെ, ഈ ഭൂമിയിൽ നിന്നെടുത്ത, ബൈബിള് പറയുന്നത് നിന്നെ മണ്ണിൽ നിന്ന് എടുത്തു മണ്ണിലേക്ക് തിരികെ ചേരുമെന്ന്. അപ്പൊ മണ്ണിൽ നിന്നെടുത്ത നമ്മുടെ ഈ ഭൗതികമായ ശരീരം മണ്ണിൽ അടക്കം ചെയ്യും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അവിടം കൊണ്ട് മാത്രം മരണം തീരുന്നില്ല. ഇതിനപ്പുറം ഒരു മരണമുണ്ട്. അതാ ഞങ്ങൾ പറയുന്നത്. ആ മരണത്തിന്റെ പേരാ നിത്യമരണം. നിത്യമരണം. ദൈവം മനുഷ്യനെ ഈ ഭൂമിയിൽ സൃഷ്ടിച്ച് പാപം ചെയ്തപ്പോ മനുഷ്യൻ ആദ്യം സംഭവിച്ച മരണം ശാരീരിക മരണമല്ല. അതുകൂടെ നിങ്ങൾ അറിയണം. അത് ആദ്യത്തെ മരണം ആത്മീക മരണം എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ദൈവമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കാൻ കഴിയാതെ നമ്മുടെ ആത്മാവ് മൃതമായി പോയി. ദൈവം അടുത്ത് വന്നാൽ അറിയാൻ പറ്റിയല്ല. ഇന്ന് ലോകത്തുള്ള എല്ലാ മനുഷ്യരും ആത്മീകമായി മരിച്ചവരാ. ആത്മീകമായി മരിച്ചവര് പിന്നെ കുറെ കഴിയുമ്പോൾ ശാരീരികമായി മരിക്കും. അവിടെ കൊണ്ട് തീർന്നില്ല കേട്ടോ. ശാരീരികമായി മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു നിത്യ മരണമുണ്ട്. പാപം ചെയ്ത വ്യക്തി പാപത്തിൽ ജനിച്ച് പാപത്തിൽ ജീവിച്ച് പാപത്തിൽ മരിച്ചാൽ അവന്റെ ആത്മാവ് ദൈവത്തിൽ നകന്ന് നിത്യമായ നാശത്തിൽ പോകുമെന്ന് ബൈബിൾ പറയുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ ഓടി വന്നിത് പറയുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, മരണം കൊണ്ട് ഇവിടെ ഒന്നും അവസാനിക്കുന്നില്ല. മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട്. ഹല്ലേലൂയ. ആളുകൾ പറയും പാസ്റ്ററെ, ഉപദേശി, മരിക്കുന്നത് കൊണ്ടെല്ലാം ഇവിടെ തീരത്തില്ല കേട്ടോ. മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട്. 2 ജീവിതമാ. എന്തൊക്കെയാണെന്നറിയാമോ? ഒന്നാമത്തെ ജീവിതം എന്ന് പറയുന്നത് ഞാൻ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞു. പാപത്തിൽ ജനിച്ച് പാപത്തിൽ ജീവിച്ച് പാപത്തിൽ മരിക്കുന്ന വ്യക്തി മരണത്തിനപ്പുറം നിത്യ നാശമെന്നും നരകമെന്നും ബൈബിൾ പറയുന്ന ഒരു യാതനാ സ്ഥലത്തേക്ക്, അതിനൊരു ദഹന സ്ഥലത്തേക്ക് പോകുമെന്ന് ബൈബിൾ പറയുന്നു. അവിടേക്ക് പോകാതിരിക്കാൻ മറ്റൊരു മാർഗമുണ്ട്. അത് പറഞ്ഞു തരാനാണ് ഞങ്ങൾ വന്നത്. അതിന് നിങ്ങൾ പൈസ മുടക്കണ്ട, ഞങ്ങൾക്കൊന്നും തരണ്ട, ആർക്കുമൊന്നും കൊടുക്കണ്ട, ഒരു പൈസ പോലും നേർച്ചയിടണ്ട, ഒരു പൈസ പോലും കാഴ്ചയിടണ്ട. നിങ്ങൾ ഏതെങ്കിലും വിദൂര സ്ഥലങ്ങളിലേക്ക് പോകണ്ട. മരണത്തിനപ്പുറം നിത്യസ്വർഗത്തിൽ പോകാൻ ഒരു മാർഗമുണ്ട്. എന്താ മാർഗം എന്ന് ഞാൻ പറയാം. മനുഷ്യരിത് കണ്ടുപിടിക്കാൻ നടക്കുക, എങ്ങനെ സ്വർഗത്തിൽ പോകാം, എങ്ങനെ ദൈവത്തിന്റെ അടുക്കൽ ചെല്ലാം. കാരണം മനുഷ്യൻ പാപിയായി നമുക്കൊക്കെ അറിയാം. നമ്മുടെ അകത്ത് പാപമുണ്ടെന്നും കുറ്റമുണ്ടെന്നും കുറവുണ്ടെന്നും എല്ലാവർക്കും അറിയാം. മനുഷ്യന്റെ പാപത്തിന് പരിഹാരം എങ്ങനെ മനുഷ്യൻ ആലോചിച്ചു കണ്ടുപിടിച്ച മാർഗം ഞാൻ പറയാം. എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്താൽ സ്വർഗത്തിൽ പോകാം. ദൈവം സ്വർഗത്തിൽ കൊണ്ടുപോകും. അല്ലേ അമ്മച്ചിമാരെ? നമ്മൾ അങ്ങനെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യും. ആരെങ്കിലുമൊക്കെ വീട്ടിൽ വന്നാൽ 10 രൂപയൊക്കെ കൊടുക്കും, അല്ലെ? കാര്യങ്ങളൊക്കെ അവരോട് ചേർന്നൊക്കെ നിൽക്കും. നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്ന എത്രയോ ആളുകളുണ്ട്. പക്ഷെ ഞാൻ നിങ്ങളോട് പറയാം, നമ്മൾ എത്ര നല്ല കാര്യം ചെയ്താല്, എത്ര മെച്ചമായ കാര്യം ചെയ്താല് ദൈവത്തിന് മുമ്പിൽ നമ്മൾ പാപികളാണ്. അനുസരണം കെട്ട വ്യക്തികൾ എത്ര നല്ല കാര്യങ്ങൾ ചെയ്താലും അതെല്ലാം പാപമാണ്. എല്ലാം നോക്കണേ. ഒരു കുപ്പി നിറച്ച് തേനിരിക്കുകയെന്ന് കരുതുക. നമ്മളൊക്കെ കഴിക്കാറില്ലേ? തേൻ ഇഷ്ടമുള്ളവരല്ലേ? ഈ തേനിന്റെ മുകളില് ഒരല്പം എന്തെങ്കിലും ഒരു അഴുക്ക് വീണാൽ എന്ത് സംഭവിക്കും? ആ തേൻ മുഴുവൻ ചീത്തയായി പോകും. ഇതുപോലെ പാപിയായ മനുഷ്യൻ
അല്ലെ, അവൻ എത്ര നല്ല പ്രവൃത്തി ചെയ്താലും ദൈവത്തിന് മുമ്പിൽ അത് അശുദ്ധമാണ്. അത് ബൈബിൾ പറയുന്ന കാര്യമാണ്, ഞങ്ങളുടെ അഭിപ്രായമല്ല കേട്ടോ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അറിയണം, ബൈബിൾ പറയുന്നത് അത് മനുഷ്യന്റെ നീതി പ്രവൃത്തികളൊക്കെ ദൈവത്തിന് മുമ്പാകെ കറപുരണ്ട തുണി പോലെ. അങ്ങനെയാണെങ്കിൽ ആളുകൾ പറയുന്നത് നല്ല കാര്യം ചെയ്താൽ സ്വർഗത്തിൽ പോകാം. എന്റെ ചോദ്യം, എന്ത് നല്ല കാര്യം ചെയ്താൽ സ്വർഗത്തിൽ പോകാൻ പറ്റും? എത്ര നല്ല കാര്യം ചെയ്യണം? ആളുകൾ നല്ല കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. എന്തെല്ലാം നല്ല കാര്യങ്ങൾ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ചെയ്യുന്നു. അവരുടെ പൈസ ദാനം ചെയ്യുന്നു, അല്ലെ, അവർ ധാരാളം സ്ഥലത്ത് പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നു, നേർച്ചകളും വഴിപാടുകളും ഒക്കെ അർപ്പിക്കുന്നു. പക്ഷെ ദൈവം പറയുക, ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരാകണം. സമ്പൂർണ്ണ വിശുദ്ധിയിൽ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ മനുഷ്യന്റെ ഒരു പ്രവൃത്തിയും പറ്റത്തില്ല. അപ്പൊ പിന്നെ എങ്ങനെയാ സ്വർഗത്തിൽ പോകുന്നത്, ദൈവസന്നിധിയിൽ പോകുന്നത്, നരകത്തിന് രക്ഷപ്പെടുന്നത് എങ്ങനെ? ഞാൻ പറയാം, അതിന് പരിഹാരം ദൈവം തമ്പുരാൻ തന്നെ ഉണ്ടാക്കി. എന്ത് പരിഹാരം എന്നറിയാമോ? ദൈവം പറഞ്ഞു, പാപത്തിന്റെ ശമ്പളം മരണമാണെങ്കിൽ ആ പാപത്തിന്റെ ശിക്ഷയായ മരണം പാപമില്ലാത്ത ഒരാളെ ഏൽക്കണം. കേട്ടോ, പാപത്തിന്റെ ശിക്ഷയായ മരണം എന്ത് ചെയ്യണം? കോടതി ഒരാളെ ശിക്ഷിക്കാൻ തീരുമാനിച്ചു. ആ ശിക്ഷിക്കാൻ തീരുമാനിച്ച വ്യക്തിയെ വെറുതെ വിടാൻ പറ്റുമോ? പറ്റില്ല. അങ്ങനെ വന്നാൽ ദൈവത്തിന്റെ, അല്ലെ, കോടതിയുടെ നീതി ശരിയാവില്ല. പകരം ശിക്ഷ ഒരാളെ ഏൽക്കണം. എന്നെ ശ്രദ്ധിക്കണേ, ആമേൻ, സ്തോത്രം. അപ്പൊ എന്താ ചെയ്തെന്നറിയാമോ? ദൈവം തമ്പുരാന് മനസ്സിലായി, മനുഷ്യന്റെ പാപത്തിന് പരിഹാരം വരുത്താൻ മനുഷ്യന് പറ്റില്ല. അതിന് പരിഹാരം വരണമെങ്കിൽ ദൈവം തന്നെ വിചാരിക്കണം. ദൈവം തന്നെ വിചാരിച്ചു, തന്റെ ഓമനകുമാരനെ, തന്റെ സ്വന്തം പുത്രനെ യേശു ക്രിസ്തുവിനെ 2024 വർഷങ്ങൾക്ക് മുമ്പ് മാനവരാശിയുടെ മുഴുവൻ പാപങ്ങളും തന്റെ മേൽ ചുമക്കാൻ വേണ്ടി സ്വർഗമഹിമകളെ വിട്ട് യേശു ഈ ഭൂമിയിലേക്ക് വന്നു. യേശു ഒരു മതം സ്ഥാപിച്ചിട്ടില്ല, ഒരു മതത്തിന്റെയും ആളല്ല. മനുഷ്യരാണ് യേശുവിന്റെ പേരിൽ മതമുണ്ടാക്കിയത്. യേശു മതം സ്ഥാപിച്ച വ്യക്തിയല്ല. യേശു മാർഗമാ, സ്വർഗത്തിലേക്ക് പോകാനുള്ള മാർഗം. ബൈബിൾ പറയുന്നു, അത് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. അങ്ങനെയെങ്കിൽ നസ്രായനായ യേശു ഈ താണഭൂമിയിലേക്ക് വന്ന് സകല മനുഷ്യന് വേണ്ടി ഈ ഭൂമിയിൽ ജീവിച്ചു കേട്ടോ. 33 വർഷം അവിടുന്ന് ഈ ഭൂമിയിൽ ജീവിച്ചു, അത്ഭുതങ്ങൾ ചെയ്തു, അടയാളങ്ങൾ ചെയ്തു. തന്റെ അടുക്കൽ വന്ന രോഗികളെ സൗഖ്യമാക്കി, മരിച്ചവരെ ഉയർപ്പിച്ചു, കുഷ്ഠരോഗിയെ സൗഖ്യമാക്കി. യേശു അത്ഭുതങ്ങൾ ചെയ്തു. തീർന്നില്ല, നമ്മുടെ കൂട്ടല്ല കേട്ടോ. യേശു അത്ഭുതങ്ങളൊക്കെ ചെയ്തു. പക്ഷേ അവൻ 33 വയസ്സിൽ യേശു മരിച്ചു. യേശുവിന്റെ മരണത്തെ കുറിച്ച് ഇനി ഞങ്ങൾക്ക് പറയാനുള്ളത്, യേശു മരിച്ചത് നമ്മൾ മരിച്ചതുപോലെ ഒരു സാധാരണ മരണമല്ല. പാപത്തിന്റെ ശമ്പളമായ മരണം മരിച്ചതാ. നമ്മളൊക്കെ പാപം ചെയ്തത് കൊണ്ട് മരിച്ചു. യേശു പാപം ചെയ്തത് കൊണ്ടല്ല, നമ്മുടെയൊക്കെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി മരിച്ചു. എല്ലാവർക്കും അറിയാം, ദുഃഖ വെള്ളിയാഴ്ച എന്ന് പറയുന്ന ഒരു ദിവസം. എല്ലയോ ചേട്ടാ, അറിയത്തില്ലേ എന്താന്ന് സംഭവിച്ചെന്നറിയാമോ? സർവശക്തനായ നമ്മുടെ കർത്താവിനെ, യേശുവിനെ, സർവ്വ മനുഷ്യന്റെയും പാപത്തിന്റെ ശിക്ഷ ഏറ്റെടുത്തുകൊണ്ട് ദൈവം ക്രൂശിൽ അവൻ മരിക്കുവാൻ ഏൽപ്പിച്ചു കൊടുത്തു. യേശു ക്രൂശിൽ മരിച്ചു. എന്തിനാണെന്നറിയാമോ? ബൈബിൾ പറയുന്നത്, അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപത്തെയും പോക്കി എന്നെയും നിങ്ങളെ ശുദ്ധീകരിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട കൂടപ്പിറപ്പുകളെ, സഹോദരങ്ങളെ, യേശുവിന്റെ രക്തം സകല പാപത്തെയും പോക്കി നമ്മളെ ശുദ്ധീകരിക്കുമെങ്കിൽ, നിങ്ങൾ എത്ര വലിയ പാപിയാണെങ്കിലും, എത്ര വലിയ കൊടിയ പ്രതിസന്ധിയിലായിരിക്കുന്നെങ്കിലും, നിങ്ങളുടെ പാപം പരിഹരിക്കാൻ ഉലകത്തിലെ ഒരു വ്യക്തിക്ക് പറ്റില്ല കേട്ടോ. ഒരാൾക്ക് നിങ്ങളുടെ പാപം പരിഹരിക്കാൻ പറ്റില്ല. ബൈബിൾ പറയുന്ന മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ യേശുവിന്റെ നാമമല്ലാതെ മറ്റൊരു നാമമില്ല. പ്രിയപ്പെട്ടവരെ, യേശു ക്രൂശിൽ മരിച്ചു. തീർന്നില്ല, യേശുവിനെ ഒരു കല്ലറയിൽ അടക്കി. അരിമത്തിയിലെ യോസഫ് എന്ന് പറയുന്ന ഒരാളെ കല്ലറയിൽ അടക്കി. നമ്മളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മരിക്കുമ്പോൾ അടക്കും, ദഹിപ്പിക്കും. യേശുവിനെ അടക്കി. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. ലോകത്ത് ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, യേശുവിന്റെ കല്ലറ മാത്രമേ ആമേൻ ഭദ്രമായി അന്ന് ഭരിച്ചിരുന്ന റോമൻ ഗവൺമെന്റ്, അല്ലെ, അവരുടെ ശക്തമായ മുദ്രയിട്ട് പൂട്ടി. എന്തിനാ പൂട്ടി വെച്ചെന്നറിയാമോ? യേശു ജീവിച്ചിരുന്നപ്പോൾ പറഞ്ഞു, ഞാൻ 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കും. റോമൻ ഗവൺമെന്റ് വിശ്വസിച്ചില്ല, അവിടുത്തെ യഹൂദ മത നേതാക്കന്മാർ വിശ്വസിച്ചില്ല. അവരിങ്ങനെ പറഞ്ഞു, ഈ ചതിയൻ, യേശുവിനെ വിളിക്കുക, ഇവൻ ചതി പറഞ്ഞതാ, ഇവനെ ഉയർത്തത്തില്ല. പകരം ഇവന്റെ ശിഷ്യന്മാർ ഇവന്റെ ശരീരം മോഷ്ടിച്ചിട്ട് ആളുകളോട് പറയും ഇവനെ ഉയർത്തെന്ന്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നറിയാമോ?
അന്നത്തെ റോമൻ ഗവർണറായ പീലാത്തോസിന്റെ അടുക്കൽ ചെന്ന് പറഞ്ഞ റോമൻ ഗവൺമെന്റിന് നിന്ന് അതെ യേശുവിന്റെ കല്ലറ കാവൽക്കാരെ നിർത്തി ഉറപ്പാക്കി വലിയൊരു കല്ലുരുട്ടി വെച്ച് ചങ്ങലയിട്ട് ബന്ധിച്ചു. നിങ്ങൾക്കറിയാമോ, ഏതെങ്കിലും അല്ലെ ആ മരണത്തിന്റെ അല്ലെ സെമിത്തേരിയില് എന്തിനെങ്കിലും കല്ലറയിട്ട് ഉരുട്ടി വെക്കോ, ഇതാരെങ്കിലും എടുത്തോണ്ട് പോകുമോ എന്ന് പറഞ്ഞ് ഇല്ല. യേശുവിന്റെ കല്ലറ റോമൻ ഗവൺമെന്റ് ശക്തമായി മുദ്രയിട്ടു. നിങ്ങൾക്ക് കേൾക്കണോ ഒരു വലിയ രഹസ്യം? എന്തുകൊണ്ടാ യേശു ഒരു സാധാരണ മനുഷ്യനല്ലെന്ന് ഞാനിവിടെ പ്രസംഗിക്കുന്നത്? എന്താ ആവശ്യത്ര മൂന്നാം ദിവസം എല്ലാവർക്കും അറിയാവുന്നത് പോലെ മരണത്തെ ജയിച്ച്, പാതാള ശക്തികളെ ജയിച്ച്, ഇരുട്ടിന്റെ ശക്തികളെ ജയിച്ച്, ഹേ മരണമേ നിന്റെ വിഷമുള്ളവരെ എന്ന് വിളിച്ചുകൊണ്ട് അവൻ യേശു കർത്താവ് മൂന്നാം ദിവസം മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റു. അതിലൂടെ വിളിച്ചു പറയുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്, ഞാൻ ദൈവപുത്രനാണ്, ഞാൻ വന്നത് പാപികളുടെ രക്ഷയ്ക്കാ. എന്റെ മരണം കൊണ്ട് ആളുകൾ ദൈവത്തിങ്കിലേക്ക് തിരിയും. ഇനി സ്വർഗത്തിൽ പോകാൻ വേറൊരു മാർഗം തേടി പോകണ്ട, ദൈവത്തിന്റെ അടുക്കൽ പോകാൻ മറ്റൊരു മാർഗത്തിൽ നിങ്ങൾ പോകണ്ട. ഞാൻ നിങ്ങളുടെ പാപത്തിന് പരിഹാരം വരുത്തിയിരിക്കുന്നു. ഞാൻ എന്റെ വാക്കുകളിലൂടെ അവസാനിപ്പിക്കുമ്പോൾ നിത്യസ്വർഗത്തിലേക്ക് പോകാനുള്ള വഴി എന്താ? യേശു എല്ലാവർക്കും വേണ്ടി മരിച്ചു എന്ന് ഞാൻ പറഞ്ഞു. നിങ്ങൾ ഒരുപക്ഷെ ഏത് ജാതിയിൽപ്പെട്ടയാളോ ഏത് മതത്തിൽപ്പെട്ടയാളോ ആയിക്കോട്ടെ, എനിക്കത് പ്രശ്നമില്ല. യേശു ഒരു മതത്തിന്റെയും ആളല്ല. ഒറ്റ കാര്യം, ഇന്ന് നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകണമെങ്കിൽ, നിത്യജീവൻ പ്രാപിക്കണമെങ്കിൽ ഒരേ ഒരു കാര്യം നിങ്ങൾ ചെയ്താൽ മതി. ആ കാര്യം ഞങ്ങൾ ഇന്ന് പ്രസംഗിച്ച ഈ സത്യം വിശ്വസിച്ചാൽ മതി. നിങ്ങളുടെ ഹൃദയത്തിനകത്ത് എന്ത് വിശ്വസിക്കണമെന്നറിയാമോ? ഞാനൊരു പാപിയാണ്, എനിക്ക് സ്വയം രക്ഷപ്പെടാൻ പറ്റില്ല, എനിക്കൊരു രക്ഷകനെ വേണം. എന്റെ പാപത്തിന് വേണ്ടി മരിച്ച ഒരു രക്ഷകൻ എനിക്ക് വേണം. ആ രക്ഷകൻ നസറേയനായ യേശുവാണ്. ഹല്ലേലൂയ. ആ കർത്താവിനെ ഹൃദയത്തിനകത്തോട്ട് നിന്റെ രക്ഷിതാവായി, നിന്റെ കർത്താവായി താങ്കൾ ഇന്ന് സ്വീകരിച്ച്, യേശുവേ എന്നെ രക്ഷിക്കണമേ, അങ്ങ് എന്റെ പാപത്തിന് വേണ്ടി മരിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു, അങ്ങ് അടക്കപ്പെട്ടു എന്നും വിശ്വസിക്കുന്നു, മരണത്തെ ജയിച്ചങ്ങ് ഉയർത്തെഴുന്നേറ്റു എന്ന് നിങ്ങളൊന്ന് വിശ്വസിച്ച് യേശുവിനെ ഹൃദയത്തിലേക്കൊന്ന് ക്ഷണിക്കാമെങ്കിൽ എന്റെ പ്രിയപ്പെട്ട മാതാക്കളെ, അവൻ ഉള്ളൊരു പ്രദേശമേ നിങ്ങളുടെ പാപത്തിൽ നിന്ന് പരിഹാരം വരിക. നിങ്ങളുടെ പാപം എത്ര കടിഞ്ഞുവപ്പായിരുന്നാലും വിശുദ്ധ വേദപുസ്തകം പറയുന്നു, ഞാനത് ഹിമം പോലെ വെളുപ്പിക്കുക. വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിൽ നോക്കി അവൻ കർത്താവിന്റെ അവൻ ദൈവമാണെന്ന്, അവിടുന്ന് മരണത്തെ ചേർത്തെഴുന്നേറ്റെന്ന്, അവിടുന്ന് പാപപരിഹാരകനാണെന്ന് വിശ്വസിക്കാമെങ്കിൽ നിങ്ങളുടെ പാപം പരിഹരിക്കപ്പെടും. നിങ്ങൾ ദൈവ മക്കളായി മാറും. ഇതാ ഞങ്ങൾ പ്രസംഗിക്കാൻ വന്ന സത്യം. ഇത് മതം മാറ്റമല്ല, ഇത് മനസ്സിനുണ്ടാകുന്ന മാറ്റമാണ്, ഇത് വിശ്വാസ മാറ്റമാണ്. ഒരു കാര്യം കൂടെ, ഇത് നിങ്ങൾ ഏറ്റു പറഞ്ഞില്ല, ഈ യേശുവിനെ ഉപേക്ഷിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഞാൻ നേരത്തെ പറഞ്ഞു, അല്ലെ ഈ ഭൂമിയിൽ ജീവിച്ച മനുഷ്യൻ, പാപം ചെയ്ത് അല്ലെ ആത്മിക മരണം സംഭവിച്ച മനുഷ്യൻ ശാരീരിക മരണത്തിലൂടെ നിത്യനാശത്തിലേക്ക് പോകും. നരകം അല്ലെ ദൈവവുമായിട്ടുള്ള നിത്യമായ വേർപാട്. പക്ഷെ ഇന്ന് യേശുക്രിസ്തുവിനെ സ്വീകരിച്ച് കർത്താവ് ഞാൻ പാപിയാ, അങ്ങനെ പാപത്തിന് വേണ്ടി മരിച്ചത് ഞാൻ വിശ്വസിക്കുന്നു, എന്റെ ഹൃദയത്തിലേക്ക് വരണമെന്ന് സമ്മതിച്ച് കർത്താവിനെ സ്വീകരിച്ചാൽ ഇന്ന് നിങ്ങളുടെ പേര് എന്തുമാകട്ടെ, പക്ഷേ നിങ്ങളുടെ അകത്തൊരു പ്രക്രിയ നടക്കും. അതിന് പറയുന്ന പേരാണ് വീണ്ടും ജനനം എന്ന് പറയുന്നത്. നിങ്ങളൊരു പുതിയ സൃഷ്ടിയായി മാറും. നിങ്ങളുടെ അകത്ത് കർത്താവ് വരും. എന്താ കർത്താവ് എന്നാൽ ബൈബിൾ പറയുന്ന സമാധാനം. ഞങ്ങൾക്കൊക്കെ സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ഉള്ളവരാണ്, ജീവിതത്തിൽ ഒത്തിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഞങ്ങൾ ഇന്ന് സന്തോഷത്തോടെ ഇവിടെ വന്ന് നിൽക്കുന്നത് എന്തോ അറിയാമോ ചേട്ടാ? ഞങ്ങളുടെ അകത്ത് സമാധാനം തരുന്ന ഈ കർത്താവ് ഉള്ളത് കൊണ്ടാണ്. ഞങ്ങളുടെ പാപത്തിന് പരിഹാരം വന്നപ്പോ കർത്താവ് ഞങ്ങളൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. കോടിക്കണക്കിന് രൂപ കൊടുത്താൽ കിട്ടാത്ത സമാധാനം, സ്വർഗീയ സമാധാനം ഞങ്ങളുടെ എല്ലാവരുടെയും അകത്തുണ്ട്. ആ സമാധാനത്തിന്റെ പ്രത്യാശയുള്ളത് കൊണ്ട് ഇന്ന് ഈ ഞായറാഴ്ച ഞങ്ങൾ ഈ കമലയിൽ വന്ന് ഈ സത്യം വിളിച്ചു പറഞ്ഞത്, ഒറ്റക്കാല് താങ്കൾ എന്ന് കർത്താവിനെ സ്വീകരിക്കുമോ? യേശുവിനോട് പറയുമോ, യേശുവേ എനിക്ക് അങ്ങേ വേണം, എനിക്ക് അങ്ങേ വേണമെന്ന് പറയുമോ? അങ്ങനെ നിങ്ങൾ പറയുന്നെങ്കിൽ ആർക്കെങ്കിലും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കണമെങ്കിൽ മുന്നോട്ട് വരാം. ഞങ്ങൾ ഇന്ന് ഇവിടെ പ്രാർത്ഥിക്കും. ഞങ്ങളുടെ വാഴ്ചപ്പെട്ട ദൈവമേ, പരിശുദ്ധനും നിത്യനുമായി ഞങ്ങളുടെ സ്വർഗീയ നല്ല കർത്താവേ, ഈ നല്ല സമയത്തിന് വേണ്ടി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഈ ഉള്ളൊരു പ്രദേശത്ത് വന്ന് ജീവനുള്ള സത്യദൈവത്തിന്റെ വചനം പറയാൻ കർത്താവ് ഞങ്ങളെ അഭിഷേകം ചെയ്തല്ലോ. ഇന്നിവിടെ പറഞ്ഞ വചനം
ചിലരുടെ ഹൃദയത്തിൽ ആമൻ സ്വന്തം അങ്ങ് വിതച്ചതിനായി അവരുടെ ഹൃദയത്തിൽ പരിവർത്തനം ഉണ്ടായതിനായി സ്തോത്രം കർത്താവേ. അവർ പാപത്തിൽ അവൻ ജനിച്ച് മരിച്ച് അവൻ നിത്യ നരകത്തിൽ പോകാതെ ഇന്ന് പാപപരിഹാരകനായ ക്രിസ്തുവിന്റെ അടുത്ത് വന്ന് നിത്യജീവൻ പ്രാപിപ്പാൻ കർത്താവ് അവരെ സഹായിക്കണമേ. ഈ ദേശത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ഇവിടെയുള്ള കടകളെ അവരുടെ ഷോപ്പ് നടത്തുന്നവരെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ഈ പ്രദേശത്തുള്ള സകലരെയും ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. അങ്ങയുടെ വരവേറ്റവും അടുത്തിരിക്കുന്നു കർത്താവ്. ഞങ്ങളുടെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ ഞങ്ങൾ ഇന്ന് എല്ലാവരെയും അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിന് വലിയൊരു നാമത്തിൽ തന്നെ താങ്ക് യു. ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഞങ്ങൾക്ക് പറയാനുണ്ട്. അത് മറ്റൊന്നുമല്ല, യേശു മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റിപ്പോൾ സ്വർഗത്തിലാണ്. കർത്താവ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, അവിടുന്ന് താമസമിന മടങ്ങി വരാൻ പോകും. അതുകൊണ്ടാണ് ഞങ്ങൾ വളരെ ധൃതിപ്പെട്ട് ഇവിടെ വന്നത്. അവിടുന്ന് വരുന്നത് എപ്പോഴാണെന്ന് ഞങ്ങൾ അറിയില്ല. ആ വരവിന് മുമ്പ് ലോകത്തെല്ലായിടത്തും ഈ സത്യം പറയണം. അതിനാണ് ഞങ്ങൾ വന്നത്. കർത്താവ് ഞങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. യേശുക്രിസ്തുവിന്റെ മാറ്റമില്ലാത്ത സന്ദേശങ്ങളെ കുറിച്ചും നിത്യജീവനെ കുറിച്ചും യേശുക്രിസ്തുവിന്റെ വരവിനെ കുറിച്ചും നല്ല സന്ദേശം അറിയിച്ച പാസ്റ്റർ ദിനേശ് പി പത്തനാപുരം അവരോടൊപ്പമുള്ള നന്ദി അറിയിക്കുകയാണ്. തുടർന്ന് ഞങ്ങളുടെ ഗായക സംഘം മനോഹരമായ ഒരു ഗാനം ആലപിക്കുന്നതാണ്. ഈ ലോകത്തിൽ നമ്മുടെ സമ്പാദ്യങ്ങൾ, നമ്മുടെ സ്നേഹം, നമ്മുടെ സൗഹൃദങ്ങളെല്ലാം വിട്ടുപോയാലും ഈ വരുവിനി നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു എന്ന് പറഞ്ഞ മനോഹരമായ ഗാനം ആലപിക്കാൻ വേണ്ടി ഞാൻ ടീമിനെ സ്വാഗതിച്ചു. നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. വരുവിൻ, ഈ നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. വാഴ്വിൻ നാടെല്ലാം ഇന്നാളാം. ഭാരത്തോടെ നീ വരികയോ. ഭാരത്തോടെ നീ കഴിയുക
ഇത്രയും നേരം ശ്രമിച്ച ഉള്ളൊരു പ്രദേശ നിവാസികൾക്ക് പ്രത്യേക നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ ദൂരത്തും ചാരത്തും കടയിലും ഭവനങ്ങളുടെ അകത്തണലിലും വഴിമധ്യയിലും സ്നേഹത്തോടെ വന്നത് ഞങ്ങളെ കേട്ടു. ഇത്രയും നേരം ഞങ്ങളെ ക്ഷമയോടെയും ഇഷ്ടത്തോടെയും സ്വീകരിച്ച എല്ലാ ദേശവാസികളും വീണ്ടും ഞങ്ങൾ നന്ദി അറിയിക്കുന്നതോടൊപ്പം തന്നെ ഇന്നത്തെ തിരുവചന സന്ദേശം അറിയിച്ചത് പാസ്റ്റർ ദിനേശ് പി പത്തനാപുരമാണ്. ഞങ്ങളുടെ വെസ്റ്റുള്ള എജി സഭയുടെ ശുശ്രൂഷകനാണ്. പ്രിയ ദേവദാസിനോട് നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ വാദ്യോപകരണങ്ങൾ ആലപിക്കാൻ വേണ്ടി സഹായിച്ച ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ, പാട്ട് പാടാൻ സഹായിച്ച ഞങ്ങളുടെ ക്വാലിറ്റി, ഞങ്ങളുടെ കൂടെ വന്ന് സഹകരിച്ച ഞങ്ങളുടെ ദൈവസഭയിലെ മിത്രങ്ങൾ എല്ലാവർക്കും വിശേഷ നന്ദി അറിയിക്കുന്നു. തുടർന്ന് ഒരു പ്രധാനപ്പെട്ട കാര്യം അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്രാർത്ഥിക്കുവാനോ യേശുവിനെ കുറിച്ച് കൂടുതൽ അറിയുവാനോ എന്തെങ്കിലും സന്ദേശങ്ങളോ പ്രാർത്ഥനാ വിഷയങ്ങളോ അറിയിക്കാനുണ്ടെങ്കിൽ വെസ്റ്റുകളുടെ കൃഷിഭവനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന AG സഭയുടെ ദേവാലയത്തിൽ നിങ്ങൾക്ക് ഏത് സമയം വന്ന് അവിടെ ദൈവദാസന് ഏത് സമയം ഉണ്ടായിരിക്കും വന്ന് സംസാരിക്കുവാനും നിങ്ങളുടെ ആവശ്യങ്ങൾ അറിയിക്കുവാനും പ്രാർത്ഥനാ ആവശ്യങ്ങൾക്ക് വന്ന് നേരിട്ട് വന്ന് കാണുവാനും സഹകരിക്കാനും കഴിയുന്നതായിരിക്കും. തുടർന്ന് ഈ സെക്ഷൻ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുന്നതിന് വേണ്ടി സിസ്റ്റർ ജോളമ്മ സ്വാഗതം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ദൈവത്തിന് മഹത്വം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, നല്ല മനോഹരമായ സന്ധ്യാസമയത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ഉള്ളിപ്പിന്റെ പ്രദേശത്ത് വന്ന കർത്താവിന്റെ മാറ്റമില്ലാത്ത വചനം അറിയിപ്പാൻ, അവിടുത്തെ വാക്തത്വം പോലെ കർത്താവെ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോട് നിന്റെ വചനം അറിയിപ്പാൻ, അവിടുത്തെ കൽപ്പനയാകിയാൽ ഈ ദേശത്ത് കടന്നു വന്ന കർത്താവെ നിന്റെ വചനം അറിയിപ്പാൻ ദൈവം സഹായിച്ച ദൈവകൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്ന വചനം സംസാരിപ്പാൻ ഞങ്ങളുടെ ഭക്തിയിലെ നിന്റെ കരങ്ങളെടുത്തല്ലോ കർത്താവെ. കേൾക്കപ്പെട്ട വചനം അവരുടെ ഹൃദയങ്ങളിൽ ആഴമായി പതിയുവാൻ സ്വർഗത്തിലെ ദൈവം നിലയാക്കണം. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുന്ന ദൈവത്തിന് പരിശുദ്ധാത്മാവ് കേട്ട ഹൃദയങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കണമേ കർത്താവെ. വിതയ്ക്കപ്പെട്ട വചനം ഹല്ലേലൂയ ശത്രു ഹൃദയത്തിൽ നിന്ന് കവർന്നു കളവാൻ ഇടയാകാതോണം. അത് 30, 60, 100 മേനിയായി വിളയുവാൻ ദേശത്ത് കർത്താവിനെ സേവിപ്പാൻ കർത്താവോട് ഇടയാക്കുമാറാകണമേ. ഈ ദേശവാസികളെ മൊത്തം നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ചാരത്തും ദൂരത്തുമായി കേട്ട എല്ലാ മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുങ്ങളെ ഈ രാത്രികാലം ദൈവത്തിന്റെ കരങ്ങളിൽ ഞങ്ങൾ ഏൽപ്പിക്കുകയാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കണമേ. കേൾക്കപ്പെട്ട വചനം ഹൃദയങ്ങളോട് ഇടപെട്ടുകൊണ്ടിരിക്കുമാറാകണം. പ്രാർത്ഥിക്കും. ദൈവ സ്നേഹം എന്തെന്നറിയുവാൻ, ദൈവത്തിലുള്ള സമാധാനം എന്തെന്നറിയുവാൻ അവരുടെ ഹൃദയങ്ങളെ കർത്താവ് രൂപാന്തരപ്പെടുത്തുമാറാകണം. ഞങ്ങൾക്കല്ല ഹോവേ, ഞങ്ങൾക്കല്ല, അങ്ങയുടെ നാമം ദേശത്ത് മഹത്വപ്പെടുത്തുവാൻ സ്വർഗം അവിടുന്ന് ഇടയാക്കുമാറാകണം. പ്രാർത്ഥിക്കുന്നു. കടന്നുവന്ന ജനത്തെ ഓരോരുത്തരെയും നിന്റെ കരങ്ങളേൽപ്പിക്കുന്നു കർത്താവ്. ഈ ദേശത്ത് കർത്താവിന്റെ സാക്ഷിയായി നിൽപ്പാൻ ദൈവം ഞങ്ങളുടെയും ജീവിതത്തിൽ ഒരു ഭാഗ്യം തന്ന മഹാസ്നേഹത്തിനായി നന്ദിയോട് സ്തോത്രം സ്തോത്രം കർത്താവ്. പിന്നെ നിന്റെ കരങ്ങളേൽപ്പിക്കും. സ്വർഗീയ സമാധാനത്തിന് എല്ലാവരെയും കാക്കണം, മഹത്തോടെ നിൽക്കണം. പ്രാർത്ഥനയായ സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. അതുപോലെ വിട്ടുപോയൊരു വിഷയമുണ്ട്. ഞങ്ങളെ ഈ ദേശത്തേക്ക് തിരുവചന സംസാരത്തിന് വേണ്ടി വീണ്ടും ക്ഷണിച്ച ഈ കടയിലെ വാത്സല്യ മാതാവിനോട് നന്ദി അറിയിക്കുകയാണ്. അടുത്തായി ഞങ്ങൾ സെക്ഷൻ അവസാനിപ്പിക്കുന്നു. യേശുക്രിസ്തു പാപികളെ, യേശുക്രിസ്തു രോഗികളെ, യേശുക്രിസ്തു പരിശുദ്ധാത്മാവിനെ, യേശുക്രിസ്തു രാജാവായി അവനെ എതിരേൽപ്പാൻ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുക്രിസ്തുവേ,